ഇപ്പോൾ ന്യൂസ് റൂമിൽ ഫക്രുദ്ദീൻ യുവ രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫക്രു, വളരെ സജീവമായ ഒരു പ്രത്യേകമായ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമായി ഇതിനെ നിലവിൽ കണക്കാക്കാനാവൂ. പ്രത്യേകിച്ച് കോടതി പരോക്ഷമായി പറയുകയാണ് ഇറങ്ങിപ്പൊക്കൂടെ എന്ന് ഒരു മന്ത്രിയോട്. അല്ല, ഇത് സഹി കെട്ടാലേ ചില സമയങ്ങളിൽ ദൈവം നേരിട്ട് ഇറങ്ങുമെന്ന് കേട്ടില്ലേ? സത്യത്തിൽ ഞാൻ ഇവിടുന്ന് ഈ ന്യൂസ് റൂമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ കോടതിയുടെ പരാമർശം, വിജിലൻസ് കോടതിയുടെ പരാമർശം ഉണ്ടായപ്പോൾ, ലാലെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇയാൾ രാജിവെക്കില്ല. കാരണം ഇയാളെ ഇങ്ങനെ ഈ മന്ത്രിസ്ഥാനം വെച്ചുകൊണ്ട് ശവപ്പാട്ടിയിൽ ഒടുങ്ങണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അങ്ങനെ അധികാരത്തോട് ഒടുക്കത്തെ ആഗ്രഹം, താല്പര്യം. അത് അധികാരത്തോടുള്ള താല്പര്യമല്ല, കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. PC ജോർജ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ടാറ്റ ബിർള എന്നൊക്കെ ഭാവിയിൽ മോൻ സ്വയം വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് മൂപ്പര് കാര്യങ്ങൾ പോയത്. ആ രീതിയിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത മനുഷ്യനാണ്. ആ രീതി ദൈവത്തിൽ എന്താ പ്രശ്നം അറിയോ? ഇയാൾ ഈ കാണിച്ചു കൂട്ടും. ഞാൻ വരെ സഭേനെ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഈ സഭയാണല്ലോ ഇയാൾക്ക് ബാക്കി മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ അടുത്ത സഭ ഇയാളെ പാലയിൽ നടത്തിയ ഒരു പരിപാടിക്ക് ഇയാളെ വിളിച്ചിട്ടില്ല, ഇയാൾക്ക് കസരം എടുത്തിട്ടില്ല. അപ്പോൾ സഭ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ സഭേൻ്റെ ഉള്ളിൽ സഭയ്ക്ക് നമ്മളെപ്പോലെ ഒന്നും പുറത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സഭയ്ക്ക് ഒരു രക്ഷയില്ല, ഒന്നും മിണ്ടാൻ പറ്റില്ല. ആ സമയത്ത് ജീസസ് എന്ന് ജസ്റ്റിസിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇറങ്ങി പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ സുധീരൻ ഇറങ്ങി, അനിൽകുമാർ ഇറങ്ങി. ഇതുവരെ സുധീരൻ എന്ത് ചെയ്തു? നമ്മളെ ഇയാളുടെ അജയ് തറയിന് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇപ്പോൾ സ്റ്റിക്കർ അങ്ങോട്ട് പറിച്ചു കഴിഞ്ഞു. ഇമാണിക്ക് വെക്കാതിരിക്കാൻ തരവില്ല. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉമ്മൻചാണ്ടി വന്നതുകൊണ്ട് കെ കരുണാകരൻ വാഴ്ത്തപ്പെട്ടവനായി. അതുപോലെ മാണി വന്നതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഇനി മുതൽ വാഴ്ത്തപ്പെട്ടവനാണ്. കുഞ്ഞാലിക്കുട്ടി ഇത്രമാത്രം വൃത്തിയോട് കാണിച്ച് പിടിച്ചു തൂങ്ങിയിട്ടില്ല. യെസ്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ M. രാജീവ് നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രാജീവ്, മാണിയുടെ രാജി നാളെ ഉണ്ടാകുമെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ നിലവിൽ എത്തിയിട്ടുണ്ടോ? തിരക്കിട്ട ചർച്ച നടന്നിട്ടുണ്ടോ? തീർച്ചയായും KM മാണിയുടെ രാജിക്കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ തന്നെ KM മാണി സ്വമേധയാ രാജിവെക്കും. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാജി എന്ന തരത്തിലാവില്ല. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സ്വമേധയാ രാജിവെക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുക. നാളെ തന്നെ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. രാജിപ്രഖ്യാപനവും രാജിവെക്കലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും KM മാണിയും തമ്മിൽ സംഭാഷണം നടത്തിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെ തന്നെ KM മാണി തിരുവനന്തപുരത്തെത്തി രാജിവെക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അരുൺ, രാജീവ്, അതായത് ഇക്കാര്യത്തിൽ ഉപാധികളൊന്നുമില്ലാതെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കും എന്നാണോ, അതോ നിയമമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നാണോ? എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് മന്ത്രിസഭയിൽ നിന്ന് തന്നെ KM മാണി പുറത്തേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും, കേരള കോൺഗ്രസിൽ നിന്നും വളരെ ശക്തമായ എതിർപ്പ് മാണിക്കെതിരെ ഉയർന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. KM മാണിയോട് ചേർന്ന് നിന്നിരുന്ന മുസ്ലിം ലീഗും അദ്ദേഹത്തെ കൈവിട്ട ഒരവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് KM മാണിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. തന്നെ നിയമമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ധനമന്ത്രി സ്ഥാനം തുടരാനും അദ്ദേഹത്തിന് കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിട്ടുള്ളത് അദ്ദേഹം ധനമന്ത്രി എന്ന നിലയ്ക്ക് ചെയ്ത ചെയ്തികളിൽ തുടർന്നാണ്. അതായത് ബാറുകൾ പൂട്ടാതിരിക്കാൻ കോഴ വാങ്ങിയ ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ വന്നു നിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം തീർച്ചയായും നാളെ തന്നെ രണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു ഗതിയാണ് ഉള്ളത്. കേരള കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതാണ്. ഈ മറ്റ് ഘടകകക്ഷികളും നിലപാട് നിലവിൽ വളരെ പെട്ടെന്ന് കടുപ്പിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രതിച്ഛായ വളരെ പെട്ടെന്ന് വീണ്ടെടുക്കണം എന്നൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട്. ആ അർത്ഥത്തിൽ ഘടകകക്ഷികൾ പോലും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രാജിയിലേക്ക് എത്തൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കൂടി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അരുൺ, ഘടകകക്ഷി നേതാക്കളുമായി അനൌദ്യോഗിക ചർച്ചകൾ കേരള കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. എല്ലാവരും തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ മാണി തുടരുന്നത് സർക്കാരിന് പ്രവർത്തിക്കാനാകാത്ത ഒരു സംഭവ വികാസത്തിലേക്ക് നീങ്ങുമെന്ന അഭിപ്രായം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മറ്റു പോംവഴികളൊന്നുമില്ല. സർക്കാരിന് ഇനി ഭരണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകണം. അതുപോലെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടികളിൽ ഒന്ന് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്ന വിലയിരുത്തൽ UDF-നുള്ളിൽ തന്നെയുണ്ട്. മുഖ്യമന്ത്രി മാത്രമേ KM മാണിയെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാട് എടുക്കുന്നുള്ളൂ എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ മുഖ്യമന്ത്രിക്ക് പോലും ഇപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഒരു ആകെത്തുകയാണ് നാളെ KM മാണി രാജിയിലെ വെക്കാൻ പോകുന്നതിലൂടെ നടക്കുന്നത്. എന്തായാലും KM മാണി നാളെ രാജിവെക്കുമെന്ന് തന്നെ കേരള കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഔദ്യോഗിക വൃത്തങ്ങൾ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്.
അരുൺ. യെസ്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവാണ് നിലവിൽ വിവരങ്ങൾ നൽകിയത്. നാളെ തന്നെ ധനമന്ത്രി കെ മാണിയുടെ രാജി ഉണ്ടാകും. ആ തരത്തിൽ എല്ലാ അർത്ഥത്തിലും സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ട്. ചർച്ചകളും ആ തരത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് അറിയാനും കഴിയുന്നത്. ന്യൂസ് റൂമിൽ നിന്ന് ഫക്രുദ്ദീൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഫക്രു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പലരും നേരത്തെ ഇദ്ദേഹത്തിന്റെ രാജി മാണിയുടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പ്രകടമായി പറയുന്നത് ഇതാദ്യമായാണ്. ഇനി പറഞ്ഞില്ലെങ്കിൽ അവരുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ ആന്റണി രാജു ഇക്കാര്യത്തിൽ പ്രകടമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. PJ ജോസഫ് അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തി. കോൺഗ്രസിൽ നിന്നാണെങ്കിൽ TN പ്രതാപൻ പറഞ്ഞു രാജിവെച്ച് ഒഴിയണം എന്ന് പറഞ്ഞു. AP അനിൽകുമാർ അദ്ദേഹം അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു. അങ്ങനെ എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തെത്തി സുധീരൻ പറഞ്ഞിട്ട് തിരിച്ചദ്ദേഹം കൊച്ചിയിലേക്ക് പോവുകയും ചെയ്തു. ആ തരത്തിൽ കൂടി എങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങളെ പൊതുവിൽ കാണാൻ സാധിക്കുന്നത്? എനിക്കിപ്പം സ്വകാര്യമായി കിട്ടിയ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല, അതിന് ധാർമ്മികതയുടെ പ്രശ്നമുണ്ടല്ലോ. എങ്കിൽ പോലും കോൺഗ്രസിൽ അതിശക്തമായിട്ട് മാണി വിരുദ്ധ വികാരം ലീഡർഷിപ്പിൽ അതിശക്തമാണ്. ഉമ്മൻചാണ്ടി അതിന്റെ ഭാഗമാക്കല്ല, എന്നാൽ സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും അതിശക്തമായ വികാരമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ശേഷം മാണി രാജിവെച്ചതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ്. മാണി രാജിവെച്ചിട്ട് മിക്കവാറും ചെയ്യാൻ പോകുന്ന കാര്യം മാണിയുടെ മകനെ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഭാഗമാസത്തേക്ക് മന്ത്രിയായിരിക്കാം, മാണിയുടെ മകനെ മന്ത്രിയാക്കാനാണ് ശ്രമിക്കുക. അങ്ങനെയാണ് ഈ അഴിമതി സംവിധാനം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇവിടെയാണ് കോൺഗ്രസ് ഇത്രയും കാലം സുധീരനെ ഞാനൊന്നും ആ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല ഈ വിഷയത്തിൽ. അതിന് കാരണം എന്താണ്? സുധീരൻ കോൺഗ്രസ് ആണ് ഐക്യമുന്നണിയിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി, നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോൾ അതിന്റെ നേതാവ് മാണിക്കെതിരെ ഇത്ര ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾ പാർട്ടി വിട്ട് നേരെ BJP പോവുകയും ആ സെൻട്രൽ ട്രാവൻകൂർ മേഖല ഒരു പക്ഷേ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരാനും സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിൽ അദ്ദേഹത്തെ പലപ്പോഴും ഈ വിഷയത്തിൽ അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയി പോയത്. എന്നാൽ ഇന്ന് ഇവിടെ ഞാൻ പറയുന്നത് മാണി നേരത്തെ തന്നെ ആ ഒരു ഓലപ്പാമ്പെന്ന് തന്നെ പറയാൻ പറ്റില്ല, കാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നതാണ്. കാരണം കോട്ടയത്ത് ഒറ്റയ്ക്ക് ആ തരത്തിൽ മത്സരിച്ചാലും കൃത്യമായ സീറ്റുകൾ അദ്ദേഹത്തിന് ലഭിക്കും. അത് വെച്ച് വിലപേശുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാർ സ്വാഭാവികമായും താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ആ ഒരു വിലപേശൽ എങ്ങനെയാണ് വർക്കൗട്ട് ആവുക? മറുഭാഗത്ത് SJDയും RSPയും അസംതൃപ്തരാണ്. അവരുടെ രാഷ്ട്രീയ നീക്കം കൂടി കേരളം കാണുന്നുണ്ട്. അങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നില്ലേ? അല്ല, നിലവിലുള്ള സാഹചര്യം RSPയുടെ കാര്യം നോക്കണ്ട, അവന്മാരുടെ കാറ്റ് പോയി. അത് മാറ്റി വെച്ചേക്കും. അല്ല, SJDയുടെ കാര്യം പ്രധാനമാണ്. കാരണം എപ്പോഴും ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്നവരാണ്. ഇപ്പൊ ഈ ലാലു പരിവാറൊക്കെ വന്നതിന് ശേഷം അവര് സ്വാഭാവിക ഇടതുപക്ഷത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇൻഫ്ലുവൻഷ്യലുമാണ്. മാണിയെ സംബന്ധിച്ചിടത്തോളം മാണിയുടെ സപ്പോർട്ട് എന്താ? മാണിയുടെ സപ്പോർട്ട് പറഞ്ഞാൽ ശുദ്ധരായിട്ടുള്ള കുറെ സത്യക്രിസ്ത്യാനികളാണ് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി മേഖലയിലുള്ള. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ മാണിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം ഏറ്റവും കൂടുതൽ നിർണ്ണയിക്കുന്ന സഭയാണ്. ഞാൻ മനസ്സിലാക്കി ഒറിജിനലായിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് സഭ കൃത്യമായി കഴിഞ്ഞ കുറച്ചു കാലം മാണി അകലം കീപ്പ് ചെയ്യുന്നുണ്ട്. മാണി ഇന്ന് രക്ഷ നേടാൻ സഭ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇത്രയും ബിഷപ്പ് മന്ത്രി ഏതെങ്കിലും ബിഷപ്പ് മാണിക്ക് അനുകൂലമായ രംഗത്ത് വന്നോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് എതിരായിട്ട് വന്നിട്ടില്ല? ബിഷപ്പുമാർക്ക് അതിന്റെ പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ എല്ലാം അങ്ങനെ വിളിച്ചു പറയാനും പറ്റില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓലപ്പാമ്പൊന്നും കാട്ടി പേടിപ്പിക്കേണ്ട. സെൻട്രൽ ട്രാവൻകൂറില് പക്ഷേ പിന്നെ മാണി അവകാശപ്പെടുന്നത് പാലായാണ് കേരളം എന്ന തരത്തിലാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയാണ് താൻ, അവിടെ താൻ വിജയിച്ചു, ഇവിടെയാണ് എല്ലാം തെളിയിക്കപ്പെട്ടത്, ബാർക്കോഴ ഇവിടെ പ്രതിഫലിച്ചില്ല, അത് നിങ്ങൾ കാണുന്നില്ലേ എന്ന അദ്ദേഹത്തിന് വേണ്ടി ഹുങ്കാരം മുഴക്കാൻ നിരവധി ആൾക്കാരുണ്ട്. ഒരർത്ഥത്തിൽ അത് ഒരു പരിധിവരെ ശരിയാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. അതുകൂടിയാണ് ഏത് ദാവൂദ് ഇബ്രാഹിം വന്നു കഴിഞ്ഞാലും ചില ധാരാവിയിലെ ചില ഏരിയകളിൽ ചില ആളുകൾ അയാൾക്ക് വേണ്ടി ജയ് വിളിക്കുന്നു. PC ജോർജിന് മറുപടിയും കൊടുത്താൽ പൂഞ്ഞാൽ എന്താ ഈ ഇമ്പാക്ട് കാണാതിരുന്നു? ഇനിയിപ്പോ പാല മാത്രമാണ്. പാലയിൽ എന്തുകൊണ്ടാണ് ഇന്ന് ആളുകൾ ഇയാൾക്ക് വോട്ട് ഇയാളെ കൂടെ നിൽക്കുന്നത്? അത് കാര്യം മനസ്സിലാക്കണം. പാലയിൽ ഇയാൾ ഇന്നും ധനകാര്യമന്ത്രിയാണ്. ഈ ഒരു സംഭവം ഇല്ലാതാകുന്നതോടുകൂടി മാണി ഒരു സാധാരണക്കാരനായ മാണിയായി മാറും. ഈ സാധാരണക്കാരായ മാണിയോട് ഈ ഒരു മനുഷ്യനോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ ഈ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ ഉപജാപങ്ങൾ നടത്തുന്ന മാണി വെറുക്കപ്പെട്ടവനാണ്. ആ വെറുക്കപ്പെട്ടവന് മാണിക്കായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടാണ് ഇപ്പോൾ ഇല്ലാതാകാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ മാണി അങ്ങനെ അധികം പേടിപ്പിക്കാൻ വേണ്ട ആ രീതി ഉണ്ടാവില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് സുധീരനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് വീണ്ടെടുക്കാൻ ഏറ്റവും നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് പോയാൽ ഇനി മാണിക്കുഞ്ഞിനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും സുധീരന്റെ ഉമ്മൻചാണ്ടിയുടെ എല്ലാ ഇമേജ് പോവുകയും SJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ UDF-ൽ അവർക്ക് UDF വിട്ട് LDF വരാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. ഇപ്പം അല്ലാതെ എന്താ SJD പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഒരു ഇലക്ഷന് തോറ്റു, അതുകൊണ്ട് UDF വിട്ടു. ഒരു കാരണവശാലും വീരേന്ദ്രകുമാറിനെ പോലെ ഇന്റഗ്രിറ്റിയുള്ള മനുഷ്യർ അങ്ങനെ ഒരു അവസരവാദപരമായ സമീപനം സ്വീകരിക്കില്ല. പക്ഷേ മാണിക്കുഞ്ഞ് മന്ത്രിയാകുന്ന അവസരം വന്നാൽ സ്വാഭാവികമായിട്ട് വീരേന്ദ്രകുമാറിനൊക്കെ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും. അത് കോൺഗ്രസിനും സുധീരനും UDF-നും ഗുണകരമായി ആയിരിക്കില്ല. യെസ്, മാണിയുടെ രാജി ആവശ്യപ്പെട്ട് TN പ്രതാപൻ ഹൈക്കമാൻഡിന് സോണിയാഗാന്ധിക്ക് കത്തയച്ചു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. ഒരുപക്ഷെ സമകാലീന രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും ഒരു നേതാവിന് ഇത്ര രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ടാവില്ല, ഉത്തരേന്ത്യയിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ. ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരും. ഇനി ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NBC നയിക്കുന്ന ചർച്ചയാകും ഉണ്ടാവുക.